കൊണ്ടോട്ടിയിലെ ജനങ്ങൾക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്. എന്തിനാണെന്നല്ലേ, കേരളത്തിലെ റോഡുകൾ അങ്ങോളം ഇങ്ങോളം തകർന്ന് തരിപ്പണമായിട്ടും കേരളത്തിലൂടെയുള്ള റോഡ് യാത്ര അങ്ങേയറ്റം ദുരിതപൂർണവും അപകടം നിറഞ്ഞതുമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കാനോ ശബ്ദിക്കാനോ തയ്യാറാവുന്നില്ല. ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന മട്ടിൽ ആളുകൾ നിശബ്ദമായിരിക്കുന്നു, നിസ്സംഗതയോടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കൊണ്ടോട്ടിയിലെ ജനങ്ങൾ, കൊണ്ടോട്ടിക്കാർ എടുത്തിരിക്കുന്ന ഒരു സമീപനം, തങ്ങളുടെ നാട്ടിലെ ഒരു റോഡിനൊരു പ്രശ്നം വന്നപ്പോൾ അവർ ശക്തമായിട്ട് ഇടപെടുന്നു, സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നു. അധികാരി വർഗത്തിനെതിരെ, ഈ റോഡിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദികളും അത് പരിഹരിക്കേണ്ടവരുമായ അധികാരി വർഗത്തിനെതിരെ MLA ഉൾപ്പെടെയുള്ള ചെയർപേഴ്സൺ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു. തീർച്ചയായും കൊണ്ടോട്ടിക്കാർ അഭിനന്ദനം അറിയിക്കുന്നു, സല്യൂട്ട് അറിയിക്കുന്നു. നോക്കൂ, കൊണ്ടോട്ടിക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ തരത്തിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. കേരളത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ, ഓർഗനൈസ്ഡ് ലൂട്ടിങ്ങിൻ്റെ, അതായത് ഒരു സംഘടിത കൊള്ളയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ആരാണ് ഈ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് നടത്തുന്നത്, സംഘടിത കൊള്ള നടത്തുന്നത് ആരാണ്? നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികളും പിന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമാണ്. ഈ സംഘടിത കൊള്ളയെ നമ്മൾ സംഘടിതമായിട്ടാണ് നേരിടേണ്ടത്. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ല. നമ്മൾ സംഘടിതമായിട്ട് ഇതിനെ നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ കഴിയും. അങ്ങനെ സംഘടിതമായി ശബ്ദിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയുണ്ട് കേരളത്തിൽ. അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള, അവോക്ക് എന്നൊരു സംഘടനയാണ്. ഞാനതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നോക്കൂ, അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള വാഹന ഉടമകളുടെ സംഘടനയാണ്. വാഹന ഉടമകളുടെ ഏറ്റവും അനിവാര്യമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ അവകാശം എന്ന് പറയുന്നത് സുഖകരമായി സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉതകുന്ന റോഡുകളാണ്. എന്നാൽ നമുക്കില്ലാത്തതും അതാണ്. അതുകൊണ്ട് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്, കാര്യപരിപാടി എന്ന് പറയുന്നത്, ഉദ്ദേശം, ലക്ഷ്യം, പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ റോഡുകൾ, റോഡ് വികസനം, റോഡ് നിർമ്മാണ രീതി, റോഡ് രൂപകൽപ്പനയൊക്കെ ഉടച്ചു വാർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സുപ്രീം കോടതിയെ, നാഷണൽ ഹൈവേയുടെ കേസിൽ സുപ്രീം കോടതിയും സംസ്ഥാന പാത മുതൽ താഴോട്ടുള്ള മുഴുവൻ റോഡുകളുടെയും കാര്യത്തിൽ ഹൈക്കോടതിയും അപ്രോച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ റോഡുകൾക്ക് തീർച്ചയായും ഒരു മാറ്റം ആവശ്യമാണ്. ജനങ്ങളുടെ ജീവന് അപകടപ്പെടുത്തുന്ന, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള റോഡ് നിർമ്മാണം നമുക്കിനി വേണ്ട. തീർച്ചയായും നമുക്ക് കേരളത്തിൻ്റെ റോഡുകളിൽ ഒരു മാറ്റം കൊണ്ടുവരാം. എല്ലാ വാഹന ഉടമകളും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ മെമ്പർഷിപ്പ് ഉറപ്പുവരുത്തുക. താങ്ക് യു.